നാളെ കൊച്ചിയിൽ പന്തുരുണ്ട് തുടങ്ങുമ്പോൾ നടക്കുന്ന ഒരു മഹായുദ്ധമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. കാരണം ബംഗളൂരുവിനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം തന്നെയാണ് ഈ സൗത്ത് ഇന്ത്യൻ ഡെർബി. ഈ മത്സരത്തിൽ ആര് വിജയിക്കും എന്നറിയാൻ വേണ്ടി രണ്ട് പക്ഷത്തെയും ആരാധകർ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ആര് വിജയിച്ചാലും പരാജയപ്പെട്ടാലും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാനുള്ള വക ലഭിച്ചിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരത്തിന് വേണ്ടിയിട്ട് വരുന്ന ബംഗളൂരുവിന്റെ പരിശീലകനായിട്ടുള്ള ജെറാഡ് സരഗോസ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വരുന്നത്. പുള്ളി പറയുന്നത്, നേരത്തെ ഞാൻ കൊച്ചി വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അന്ന് എനിക്ക് വിജയവുമായി പുഞ്ചിരിക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇത്തവണയും അത് തന്നെ കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള ഒരു ടീമിനെ, വളരെ മികച്ച ഒരു പരിശീലകനുള്ള, വളരെ മികച്ച ആരാധകരുള്ള ഒരു സംഘത്തിനെയാണ് ഞാൻ നേരിടാൻ കൊച്ചിയിലേക്ക് പോകുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിരുന്നാൽ പോലും അവിടെ നിന്ന് 3 പോയിന്റുകളും നേടി വിജയിച്ച് മടങ്ങാൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസം തനിക്കുണ്ട് എന്ന് ജെറാഡ് സരഗോസ പറയുമ്പം ആ വാക്കുകളിൽ സ്ഫുരിക്കുന്ന ആത്മവിശ്വാസത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഭയക്കണം എന്നത് ഓർത്തിരിക്കേണ്ട വസ്തുതയാണ്. പിന്നെ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് പറയട്ടെ, ബംഗളൂരു എഫ്.സി കൊച്ചിയിലേക്ക് വന്ന് ഒരു ട്രെയിനിങ് സെഷൻ പോലും ഇവിടെ നടത്തുന്നില്ല. കംപ്ലീറ്റ് ട്രെയിനിങ് സെഷൻ, അതായത് അവിടുത്തെ ഫൈനൽ ഘട്ട ട്രെയിനിങ് സെഷനുകളെല്ലാം അടച്ചിട്ട സ്റ്റേഡിയങ്ങളിലാണ് നടന്നത്. അതീവ നിഗൂഢമായിട്ട്, രഹസ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ നിഗൂഢ തന്ത്രങ്ങളുമായിട്ട് വരുന്ന ബംഗളൂരുവിന്റെ പരിശീലകനായിട്ടുള്ള ജെറാഡ് സരഗോസ തന്റെ തന്ത്രങ്ങളുടെ ഭണ്ഡാരത്തിലും താളിയോലക്കെട്ടുകളിലും എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്നത് നാളെ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. അതിനൊരു കൗണ്ടർ ടാക്ടിക്സ് ആശാനും ഒളിപ്പിച്ചു വെച്ചിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.